ഏതിനും ഒരു കല വേണമെന്നുള്ള ടോപ്പിക്കാണ് നാം സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു ചെയ്യുന്ന പ്രവർത്തിയിൽ ഒരു ആർട്ടിസ്റ്റിക് ഫ്ലേവർ ഉണ്ടാകുന്ന സമയത്താണ് അത് നമുക്ക് അനായാസകരമായും സംതൃപ്തികരമായും ചെയ്യാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഓരോ അവസരങ്ങളും കലാപരമായിട്ട് നമുക്കെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചില ഉദാഹരണത്തിലൂടെ നിങ്ങളെ കാണിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ ഇസ്മായിൽ ടി വി ഫീൽ ഗുഡ് ആൻഡ് ക്രിയേറ്റീവ് ബ്ലൂംസ് ഹബിൻ്റെ ഫൗണ്ടറാണ്. ഈ കാര്യം സംസാരിക്കാൻ 18 വർഷത്തിലേറെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ എനിക്കുണ്ട്. അതുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള കുറേ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ ഒരു പുലരി വളരെ മനോഹരമായും ഒരു ഫ്ലവർ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്രിയേറ്റീവായും എനർജറ്റിക്കായും എഴുന്നേറ്റ് നമ്മുടെ പ്രവൃത്തിയിലേക്ക്, നമ്മുടെ പഠനത്തിലേക്ക് കടക്കേണ്ടത്. നമുക്കറിയാം, ഒരു അമ്മ ആ കുട്ടിയുടെ പരിപാലനം, ആ കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കുന്നത് ഒരുപാട് സ്ട്രെയിൻ എടുത്തുകൊണ്ടാണ്. എന്നാൽ ആ കുട്ടിയെ ഇതേപോലെ കലാപരമായിട്ടാണ് അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ വളരെ മനോഹരമായും വളരെ അനായാസകരമായിട്ടും അവർക്ക് അവരുടെ കുട്ടിയെ പരിപാലിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയും ആ അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളരെ മനോഹരമായിരിക്കും. ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു സാൻഡ്വിച്ച് ഒരു വണ്ടിയുടെ, ഒരു കാറിൻ്റെ, അതല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് ഒരു പൂച്ചയുടെ രൂപത്തിലാക്കി മാറ്റുന്നു. അപ്പോൾ അത് താല്പര്യത്തോടുകൂടി അവർ കഴിക്കുന്നു. അതിനുശേഷം നമ്മളുമായിട്ട് വളരെ മനോഹരമായി ഇതേപോലെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു 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 സ്ഥിതി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നു. രണ്ടാമത് നമുക്കൊരു ടീച്ചർ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറിനെ നോക്കാം. അവർ കലാപരമായിട്ടാണ് ആ ടീച്ചിങ് ജോലി ഉപയോഗിക്കുന്നത് എങ്കിൽ വളരെ മനോഹരമായിട്ട് ആ ക്ലാസ് റൂമിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. ഒത്തിരി അച്ചീവ്മെൻറ്റ് അവർക്കും അവരുടെ കുട്ടികൾക്കും ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ കലാപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇതിനൊക്കെ ആവശ്യം. അങ്ങനെയാണെങ്കിലാണ് ആ ക്ലാസ് റൂം വ്യതിരിക്തമാകുന്നത്. ആ കുട്ടിയും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് എന്തുകൊണ്ടാണ് നടക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായിട്ട് ആ അവസരം ആ കുട്ടിയിലേക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളത് ആ അവസരത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കും. ഇനി നമുക്ക് ഇതേപോലെ ഒരു വീട് എങ്ങനെയാണ് ക്രിയേറ്റീവായും പോസിറ്റീവായും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഈ വീട്ടിൽ ഒട്ടനവധി സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വീട്ടിലേക്ക് നിങ്ങൾ നോക്കൂ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഔട്ട്ഡോർ ഗാർഡനിങ് ഉണ്ട്, വാൾ ഡെക്കറേഷൻ ഉണ്ട്. ഇതൊക്കെ ചെയ്തെടുക്കുന്നത് ഒത്തിരി പണം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അത്ര പണമില്ല എങ്കിൽ ഇവിടെ കാണുന്ന ഈ 3 ഉദാഹരണങ്ങൾ നോക്കൂ. ഇതനുസരിച്ച് നമ്മുടെ ഇടങ്ങളെ വളരെ മനോഹരമായി ക്രമീകരിച്ചിരുന്നുവെങ്കിൽ നമുക്കത് ആസ്വദിക്കാനും മനോഹരമായ ആ സമയത്ത് നമുക്ക് വിനിയോഗിക്കാനും സാധിക്കും. ഇതിന് ചെറിയ ഒരു എഫേർട്ടും ചെറിയൊരു താല്പര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടങ്ങൾ ഇതേപോലെ മെഡിറ്റേറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഉണർവിലേക്കും ആ നമ്മുടെ താമസ ഇടങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി നോക്കൂ, നമ്മുടെ ഒരു താമസ ഇടത്തിൻ്റെ ആ ഒരു ബെഡ്റൂം ഇതേ രൂപത്തിലാണ് എങ്കിൽ നമുക്കവിടെ എനർജി ഉണ്ടാകുമോ? നമുക്കവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമോ? ഇത് നമുക്ക് ലഭ്യമാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ, ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ആ റൂം നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അവിടെ നമ്മുടെ അവിടെയുള്ള പാത്രത്തിൽ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് വെച്ചത് കണ്ടില്ലേ? ഇതേപോലെ അപ്പുറം ഒരു പ്ലാന്റ് വെച്ചു. അപ്പോഴേക്കാവുക അവിടെ ഒരു നാച്ചുറൽ ഫീലിംഗ് അവിടെ വരുന്നു, ഒരു പോസിറ്റീവ് വൈബ് വരുന്നു. ഇവിടെ ഈ നോക്കൂ, ഈ റൂമിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയപ്പോൾ അവിടെ ഒരു ഫ്ലവേഴ്സ്, ഒരു പ്ലാന്റ് അപ്പം വെച്ചപ്പോൾ എത്ര മാറ്റങ്ങളുണ്ടായി. ചെറിയ കുട്ടികൾക്കുള്ള പഠനയിടങ്ങളൊക്കെ ഇതേപോലെ അവർക്ക് എനർജി തോന്നുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അത് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമുക്ക് ആവശ്യം. നമുക്കറിയാം, വലിയൊരു കിച്ചൺ, ഈ കിച്ചണിൽ ഒട്ടനവധി സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ അടുക്കും ചിട്ടയുമില്ലാതെ വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ നമുക്ക് ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും ഇതേപോലെ മനോഹരമാക്കി ഈ കിച്ചണിലേക്ക് നോക്കൂ. അവിടെ കുറച്ചുകൂടി നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നമുക്കൊരു ഫ്ലവേഴ്സിന് അവിടെ വെച്ച് 2 ഫ്ലവേഴ്സുകൾ അവിടെ വെച്ച് വെക്കുകയാണെങ്കിൽ ഇതേപോലെ വളരെ മനോഹരമായിട്ട് ആ ഇടങ്ങൾ നമുക്ക് മാറും. ഇങ്ങനെ നമുക്ക് നമ്മുടെ കഴിവ് വെച്ച് തന്നെ ഇത്തരം അറേഞ്ച്മെൻറ്റുകളും ഇത്തരം ഫ്ലവർ ഡെക്കറേഷനുകൾക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതും അതേപോലെയുള്ള ഒരു ചെറിയ കിച്ചൺ ഏരിയയാണ്. ചെറിയൊരു കിച്ചൺ ഏരിയ ആണെങ്കിൽ അടുക്കും ചിട്ടയോടുകൂടി മിനിമലൈസത്തിലൂടെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, 3 ഫ്ലവേഴ്സ് അവിടെ വെച്ചപ്പോൾ അതൊരു പോസിറ്റീവ് വൈബുള്ളതാക്കി മാറി. ഇവിടെ ഫ്രിഡ്ജിൽ കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് വളരെ മനോഹരമായും ഒരു കോർഡിനേഷനോട് കൂടിയാണ്. ഇവിടെ ഗ്രോസറികൾ വെച്ചിരിക്കുന്നത് നോക്കൂ, എല്ലാം നല്ല രീതിയിൽ അവിടെ അടുക്കും ചുട്ടയോടും വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ആ കിച്ചൺ അനുഭവങ്ങൾ നമുക്ക് സന്തോഷം തരും. ഇവിടെ നോക്കൂ, ഒരു ഫ്ലവേഴ്സും കിച്ചണും ഒരു ബർണർ മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇടങ്ങളെ വളരെ മിനിമലിസത്തോടെ മനോഹരമാക്കാം. രണ്ടാമത്, നമ്മുടെ സിറ്റിംഗ് ഏരിയ
ഇതേപോലുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ് നമുക്കുള്ളതെങ്കിൽ അവിടെ നമുക്ക് ക്രിയേറ്റീവായ ചിന്തകൾ നമുക്ക് വരില്ല. മറിച്ച് ഇതേപോലെ നമുക്ക് അത് ക്രമീകരിക്കുകയാണെങ്കിൽ, ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ വെച്ച് മാത്രം വരുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഫ്ലവേഴ്സ് അറേഞ്ച്മെൻറ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെ നമ്മൾ ആ ഫ്ലവേഴ്സ് കൂടി വെച്ചപ്പോൾ ഒന്നുകൂടി പോസിറ്റീവ് വൈബ്, അപ്പോൾ പോസിറ്റീവ് ചിന്തകൾ വരുന്ന നല്ലൊരു ഇടമായി നമ്മുടെ സിറ്റിംഗ് ഏരിയ മാറുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ വായനാ മുറികൾ. ഇതൊക്കെ ഈ രൂപത്തിലാണെങ്കിൽ ഒരടുക്കും ചിട്ടയുമില്ലാതെ എല്ലാ സാധനങ്ങളും ഡംപ് ചെയ്യുന്ന രൂപത്തിലാണെങ്കിൽ അവിടെ മടി കൂടി ഉറക്കം തോന്നുന്ന രീതിയിൽ ഒന്നും വായിച്ചാൽ മനസ്സിലാക്കുന്ന രൂപത്തിലായിരിക്കും. അതേ സ്ഥാനത്ത് ചെറിയ ഒരു മാറ്റങ്ങൾ നമ്മൾ ആ ഏരിയയിൽ ഇതേപോലെ നമ്മൾ മാറ്റുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും ആ ഏരിയ. അങ്ങനെ അവിടേക്ക് നമുക്ക് നാച്ചുറൽ ടച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഇതേപോലെ എത്ര മാറ്റമുണ്ടാവും, എത്ര മനോഹരമായിരിക്കും. നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിനം, കൂടുതൽ പഠിക്കാനും കൂടുതൽ ഉത്സാഹത്തോടെ അറിവ് നേടാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് വരും. നമുക്ക് വേണ്ടത് ഇതേപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് ഈ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. അതിൽ തന്നെ താമസിക്കുന്നത് പോലെ നമ്മുടെ ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഗസ്റ്റ് റൂം ഇതേപോലെ നമ്മൾ മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഗസ്റ്റ് റൂം തന്നെ ഒന്നുകൂടി നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ പ്ലാന്റുകളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് അവരെ ഒരു ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന രൂപത്തിലാണ് അവിടെയെങ്കിൽ ആ ഗസ്റ്റിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് നമ്മുടെ ആ പിക്ചേഴ്സ് നമ്മൾ ഓർക്കുമ്പോഴൊക്കെ ആ പിക്ചർ കൂടെ തെളിഞ്ഞു വരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇടങ്ങളെ മനോഹരമായി ട്രാൻസ്ഫോം ചെയ്യാം. നമുക്ക് കലാപരമായിട്ടുള്ള ചെറിയ നമ്മുടെ കഴിവുകൾ ഒന്നുകൂടി മോൾഡ് ചെയ്ത് ഒന്നുകൂടി ആ സ്കില്ലൊന്ന് മനോഹരമാക്കി എടുക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ഈ ഇടങ്ങളെ മാറ്റിയെടുക്കാനും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഇടങ്ങളിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധ്യമാകും. അങ്ങനെ നമ്മുടെ ഇടങ്ങളെ ഇതേപോലെ ഒത്തിരി മാറ്റങ്ങളല്ലാതെ പക്ഷേ മിനിമലൈസത്തോടെ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ മാറ്റുകയാണെങ്കിൽ ആ ഇടങ്ങൾ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു, പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ഇടങ്ങളായി ഈ കുട്ടിയും അമ്മയും എന്താണ് ചെയ്യുന്നത് അതേ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഇടങ്ങളെ മാറ്റിയെടുക്കാം. ഇനി നമുക്കൊരു ഡോക്ടറെ പറ്റി നോക്കാം. ഡോക്ടർക്ക് എന്തിനാണ് കലാപരമായ കഴിവെന്ന് വെച്ചാൽ നമുക്കറിയാം, ഡോക്ടേഴ്സ് ഒത്തിരി ഓപ്പറേഷനുകളും മറ്റുകളും ചെയ്യുകയാണ്. ആ രോഗിയെ അക്യറിന് ശേഷം അവിടെ വലിയ വൃത്തികെട്ട അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കലയാണെങ്കിൽ ആ ഡോക്ടർ ജീവിതകാലം മുഴുവൻ പഴിക്കും. അതേപോലെ നമ്മുടെ ഇവൻറ്റുകൾ ഇത് നോക്കൂ, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ഇവൻറ്റുകൾ ഈ രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ ഗിഫ്റ്റുകൾ ഓർമ്മിക്കുന്ന രീതിയിലേക്ക് വളരെ മനോഹരമായി അത് നമുക്ക് ക്രമീകരിക്കാം. അങ്ങനെ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ അത്രയും മനോഹരമായിട്ട് അനുഭവപ്പെടുകയും ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭൂതിയായി മൊമെൻറ്റും നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ക്രിയേറ്റീവായിട്ടും കലാപരമായിട്ടും നമ്മുടെ ഓരോ അവസരങ്ങളും നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇതിന് വേണ്ടത് കുറച്ച് ഒരു സെൽഫ് ബിലീവ് വേണം, പേഷ്യൻസ് വേണം. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ചിന്തനീയമായ ഒരു ഇടമാക്കി നമ്മുടെ താമസ ഇടങ്ങൾ, നമ്മുടെ ജോലിയും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റൊരു നല്ല അറിവുമായി വീണ്ടും നമുക്ക് കാണാം. ഇറ്റ്സ് മീ സ്മൈൽ ടിപ്പി. മറ്റൊരു കാര്യം, നമുക്ക് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ പുതിയൊരു ചിന്തയിലേക്ക്, പുതിയൊരു മനോഹരമായ ഇടത്തിലേക്ക് നമുക്ക് പറന്നു പോകാനും നമ്മുടെ ചിന്തക്ക് ഒത്തിരി മാറ്റങ്ങൾ വരാനും സാധ്യമാകും.